മൈസാനട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളികളുടെ ഇഷ്ട ഭക്ഷണങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്തൊരു ഭക്ഷണമാണ് കപ്പ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ പുഴുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമ്മളിവിടെ 1/2 കിലോ കപ്പ വെച്ചിട്ടുള്ള കപ്പ പുഴുക്കാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് വലിയൊരു പാത്രം അടുപ്പത്ത് വെച്ച് വെള്ളം ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നാക്കി വൃത്തിയാക്കി വെച്ചുള്ള കപ്പ ചേർത്ത് കൊടുക്കുക. കപ്പ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഉണ്ടാവണം. കപ്പയുടെ വേവ് നമുക്ക് ഓരോ സ്ഥലത്ത് കിട്ടുന്ന കപ്പയുടെ ഇനത്തിനനുസരിച്ചിരിക്കും. ചില കപ്പ പെട്ടെന്ന് വേവുന്നതായിരിക്കും. അതുകൊണ്ട് ഇടക്കിടക്ക് തിളച്ച ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇടക്കിടക്ക് അതിന്റെ വേവ് നോക്കുക. നന്നായിട്ട് വെന്തുടയുന്ന പരുവാകുമ്പോൾ ഓഫ് ചെയ്ത് ഇത് ഊറ്റിയെടുക്കാം. അടുത്തതായിട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1/2 ടീസ്പൂൺ കടുക്, 2-3 തെണ്ട് കറിവേപ്പില, 2 ഉണക്കമുളക് കീറിയെടുത്തത്, 3-4 ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞെടുത്തത്, 3-4 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത്, 1/2 കപ്പ് തേങ്ങ ചിരവിയത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ട് വന്ന് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നുമ്പോൾ അതിലേക്ക് ഉണക്കമുളക് എടുത്ത് വെച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത ശേഷം ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെച്ച് ചുവന്നുള്ളി ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചേർത്ത ഉള്ളിയെല്ലാം നല്ല ഗോൾഡൻ ബ്രൗണായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചിരവി വെച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി തേങ്ങയുടെ കളർ ഒന്ന് മാറി വരുന്നത് വരെ ഒരു 1-2 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ ഉടച്ചു വെച്ച കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ നന്നായി വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നന്നായിട്ട് ഒന്ന് ഉടച്ച് വെണ്ണ പോലെ ആക്കി എടുക്കണം. നമുക്ക് ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നിറച്ചേരം കുക്ക് ചെയ്യണം. നന്നായി ഇളക്കി 2-3 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. അടുത്ത തവണ കപ്പയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തേങ്ങയെല്ലാം ഇട്ട് നല്ല ടേസ്റ്റി ആയിട്ട്, പക്ഷെ നാടൻ രീതിയിൽ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കപ്പ. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. മറ്റൊരു വീഡിയോയും മറ്റൊരു വിഭവമായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.